You've been talking about patience, hoping for everlasting. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. സോ ഗായ്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അലൈറ്റ് മോഷനിൽ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു CC ആണ്. അടിപൊളി CC ആണ്. നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടിട്ടുണ്ടാവും ഒരു CC. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 ലേയേഴ്സ് മാത്രമേ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് കുറച്ച് എഫക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു അടിപൊളി CC ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ഗായ്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട റേഷ്യോയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കാം. ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ പോയ ശേഷം നമ്മളൊരു ഫോട്ടോ ഞാനിപ്പോൾ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളാണ്. 3 ലേയേഴ്സ്, അതായത് 3 റെക്റ്റാങ്കിളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റെക്റ്റാങ്കിൾ നമ്മൾ ആഡ് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക, ജസ്റ്റ് ഇതേപോലെ ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്. ഫസ്റ്റ് നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമുക്ക് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. സാച്ചുറേഷൻ വന്ന് നമ്മൾ കുറച്ച് ഇൻക്രീസ് ആക്കി കൊടുക്കുക, അതായത് ഒന്നൊരു 24.5 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 24.5 ആ റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. വൈബ്രൻസ് നമ്മൾ മാറ്റുന്നില്ല. ഓക്കെ, ദെൻ അഗെയിൻ നമ്മൾ ഹൈലൈറ്റ്സ് ആൻഡ് ഷാഡോസ് ആഡ് ചെയ്യാം. ഇതിൽ നമ്മൾ രണ്ടും ചേഞ്ച് ചെയ്യണം. ഹൈലൈറ്റ്സ് ഒന്നൊരു 144% സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, 144. ഷാഡോസ് നമ്മൾ കുറച്ച് കൊടുത്തിട്ട് ഒരു 77 ആ റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ കളർ ടെമ്പറേച്ചറാണ് ആഡ് ചെയ്യേണ്ടത്. ആഡ് എഫക്ട്സിൽ വരിക, കളർ ടെമ്പറേച്ചർ ആഡ് ചെയ്യുക. ഓക്കെ, കളർ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ വന്ന് നമ്മൾ 5850 ആ റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യുക. 5850 ആ റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ അടിയിൽ സ്ട്രെങ്ത് ഉണ്ടാവും. നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ മാറ്റണ്ട. ഞാനിപ്പോൾ 100%ലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ചേഞ്ച് മനസ്സിലാവും. ഓക്കെ, ഞാനിപ്പം ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. ശേഷം നമ്മളത് ഇതേപോലെ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്യുക. ഓക്കെ, എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്യുക. അതിൻ്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 0.30 ആ റേഞ്ചിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്കത് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോയിലേക്ക് അത് കുറച്ച് അധികമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ലെയറിൻ്റെ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്, അതായത് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ലെയർ ആഡ് ചെയ്യുക. ആഡ് എഫക്ട്സ് ഫസ്റ്റ് നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഷാർപ്പൺ ആഡ് ചെയ്യണം. ഓക്കെ, ബ്ലറിൽ വന്ന് ഷാർപ്പൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഷാർപ്പൻ്റെ വാല്യൂ നമ്മൾ കുറച്ച് കൊടുക്കുക. ഓക്കെ, ഷാർപ്പൻ വന്ന് നമ്മളൊരു 0.05 ആണ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ സ്ട്രെങ്ത്ത്, അതായത് റേഡിയസ് വന്ന് നമ്മൾ നല്ലോണം ഇൻക്രീസ് ആക്കുന്നുണ്ട്. ഒരു 8 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിക്കാണ് നമ്മൾ ഷാർപ്പൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ റെക്റ്റാങ്കിൾ നമ്മൾ ഷാർപ്പൻ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ മൂന്നാമത്തെ റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക, നേരത്തെ പോലെ എഫക്ട്സ്, ആഡ് എഫക്ട്സ്, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക ഫസ്റ്റ്. ദെൻ നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത ശേഷം കളർ ഗ്രേഡിയൻറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ആഡ് ചെയ്യുക. ഇതിൽ നമ്മൾ കളർ 1 വന്ന് വൈറ്റ് കൊടുക്കുക, കളർ 2 വന്ന് ബ്ലാക്ക് കൊടുക്കുക, ഇതേപോലെ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ താഴെയായിട്ട് വന്നാൽ ബ്ലെൻഡിങ് മോഡ് ഉണ്ടാവും. ഇവിടെ നമുക്ക് റേഡിയൽ ഇങ്ങനെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി നോക്കുക. ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെയൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഈ റേഡിയലൊക്കെ കാണാൻ കുറച്ചൊരു ആ ഒരു സെൻറ്ററിൽ മാത്രം ഒരു കളറിൽ വൈറ്റ് വന്ന് ബാക്കി ബ്ലാക്ക് വരുന്ന ആ ഒരു രീതിക്കാണ്. ലിനിയർ ആകുമ്പം ഇതേപോലെ. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ലീനിയറിൽ മൾട്ടിപ്ലൈ ആണ് കൊടുക്കുന്നത്. ശേഷം ബാക്ക് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ ഇനി നിങ്ങൾക്ക് എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അത് ഓപ്ഷനിലാണ്. ഓക്കെ, ആ ഒരു എഫക്റ്റ് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഒരു 0.10 ആ റേഞ്ചിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു CC എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടായ ഫോട്ടോ ഇതാണ്. പിന്നെ നമ്മൾ CC ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഓവർലേ ഒക്കെ ആഡ് ചെയ്ത് സ്ക്രീൻ, അതായത് നമ്മൾ ഓവർലേ ആഡ് ചെയ്യില്ലേ, സാധാരണ ഓവർലേ ഒക്കെ ആഡ് ചെയ്തിട്ട് നോക്കിയാൽ ഒരു അടിപൊളി CC ആണിത്. അപ്പം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഓവർലേസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അടിപൊളിയാക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. മീൻസ് ഇത്രയേ ഉള്ളൂ ഈ ഒരു CC. വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു 3 ലെയറിൽ
ഇതിൽ നമ്മൾ ഇത്രയും എഫക്റ്റ്, ആ ഒന്നാമത്തെ ലെയറാണ് ബേസ് ലെയർ, പിന്നെ രണ്ടാമത്തേൽ നമ്മൾ ഷാർപ്പൻ, പിന്നെ മൂന്നാമത്തേൽ ഈ ഒരു 3 എഫക്റ്റ്. ഇതാണ് നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യുന്നത്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.